സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നേ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നുമില്ല, കാരണം വെച്ചാൽ നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. ഡെയിലി മടി തന്നെയാണ്. അപ്പോൾ ആ മടിയൊന്ന് മാറാനായിട്ട് പെട്ടെന്ന് തോന്നിയൊരു ആശയമാണ് ഒരു വാഴ അങ്ങോട്ട് വെക്കാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 3-4 വാഴക്കൊന്നും കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവന്മാരെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു വാഴക്കന്ന് 2 വെച്ചിട്ടുണ്ട്, വേണ്ട. അപ്പോൾ അവന്മാരിങ്ങനെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഒരു 2-3 അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെക്കാൻ നേരത്തെ എനിക്ക് ചെറുതായിട്ടൊരു പനി പിടിച്ചു. അപ്പോൾ അത് 2 ആഴ്ചയായിട്ട് അത് അവിടെ നിന്ന് ഇരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാഴക്കന്ന് അവിടെ ഇരുന്നിട്ട് അത് അവിടെ തന്നെ വെച്ച് മുളച്ചു. കണ്ടില്ലേ, ഇതുപോലെ ഇരുന്നിരുന്ന വാഴക്കന്ന് ഇപ്പോൾ 1 മുളച്ചു. അതിൻ്റെ അടുത്ത് 2 കണ്ട. അവന്മാർ അത്യാവശ്യം വാഴയുടെ വലിപ്പമായി തുടങ്ങി. അപ്പോൾ നമ്മുടെ ഒരു മടിയുടെ പേരിൽ സംഭവം ഇവിടെ ഇരുന്നാണ് കേട്ടോ. ഇവിടെ ഇരുന്നവർ മുളച്ചു. ഇനി വരെ വെച്ചില്ലെങ്കിൽ നമുക്ക് പണിയാവും. അപ്പോൾ നമുക്ക് വാഴ വെക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വാഴ വെക്കുന്നത് കേട്ടോ. അപ്പോൾ 2 വാഴ കഴിഞ്ഞിട്ട് വലിയ സ്പേസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വയ്ക്കാം. ഇതാണ് നമ്മുടെ വാഴകൾ. ഇത് നമ്മുടെ തൂമ്പാട്ടാ. തൂമ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത ഇല്ല. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൈക്കോട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പൈപ്പ് മാത്രം പുറത്തുനിന്ന് വാങ്ങിയിട്ട് അത് വെൽഡ് ചെയ്തു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മറ്റേ തമിഴന്മാരെ തൂമിയുണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് അവർ മരമാണ് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ഒരു പൈപ്പാണ് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാലങ്ങളോളം അതുപോലെ നിന്നോളും. ഊരി വരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ഒരു ഉപകാരം. നമ്മുടെ കുഴി റെഡിയുണ്ട്. കുഴി കുത്തി പിള്ളക്കുഴി കുത്തി, ചെറിയൊരു കുഴി പിള്ളക്കുഴി സെൻറ്ററിൽ കുത്തിയിട്ട് നമ്മുടെ വാഴ വയ്ക്കാൻ കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉണക്കച്ചാണകം ഇടാൻ പോകണം. ഉണക്കച്ചാണകം സാധാരണ ആൾക്കാർ ഇങ്ങനെ കുഴി കുത്തിയിട്ട് കുറച്ച് കൊമ്മായിക്കിട്ട് 2 ദിവസം ഇങ്ങനെ വെക്കും. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യില്ല. നേരിട്ട് ഉണക്കച്ചാണകം ഇട്ടിട്ട് മൂടാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചട്ടിയിൽ പോയിട്ട് ഇതാണ് നമ്മുടെ ചട്ടി കേട്ടോ. ചട്ടിയുടെ അവസ്ഥ ഉണ്ടല്ലേ, ചട്ടി ഇതേപോലെ ഹോട്ടയുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഒരു പണി കഴിഞ്ഞാൽ ചട്ടി അപ്പം തന്നെ കഴുകാതിരിക്കുക, എടുത്തു വയ്ക്കുക. അല്ലെങ്കിൽ കഴുകിയെങ്കിൽ തന്നെ ഉണക്കി എടുത്ത് വയ്ക്കുക. നമ്മളിതൊന്നും ചെയ്തില്ല. കുറച്ച് മടിയുടെ പേരിൽ മടിയുടെ പേരിൽ ചട്ടി ഈ പരുവത്തിൽ അതിൻ്റെ അപ്പം അടുത്ത ചട്ടി നമുക്ക് വാങ്ങാനുള്ള ആവശ്യകതയായി മാറി. ഞാൻ പോയിട്ട് ചാണകം എടുത്തിട്ട് വരാം. അപ്പോൾ ചാണകം കേട്ടോ, നല്ല ഉണങ്ങിയ ചാണകം ഇട്ട് കൊടുക്കുക. സൈഡിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വളരെ കോലരിയുടെ കളറുണ്ടാവും, വെള്ള കളറായി. നമ്മൾ കുറച്ച് വൈറ്റ് സിമെന്റ് എടുത്ത് ടാങ്ക് മുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കോലരി തീരെ പോരാ, പാട്ട കോലരിയാണ്. വെയിറ്റ് കുറവാണ്. വേറെ തേച്ചാലും കറക്റ്റായിട്ട് പിടിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കോലരി നമ്മൾ കൃഷി ആവശ്യങ്ങൾക്കായി മാറ്റി വെച്ചു. കുറച്ച് മണ്ണിങ്ങനെ വെട്ടിയിടാം. അപ്പോൾ സൈഡിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞാൽ മറ്റേ സൈഡ്, ഈ സൈഡ് ഒരു തിണ്ട് പോലെ കിടക്കും. അതിന് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടിയിടുക. ഇതാണ് നമ്മുടെ രീതിയിട്ടാ. അപ്പോൾ ആർക്കെങ്കിലും വേറെ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കെല്ലാവർക്കും പുതിയ ആശയങ്ങൾ കിട്ടും. ബാക്കി ചെറിയൊരു ചെരുവുണ്ടോ, ചെരുവുണ്ടെങ്കിൽ ചെരുവുള്ള ഭാഗത്തും ചെറുതായിട്ട് ചോട്ടി കൊടുക്കുക. അപ്പോൾ അവന് സ്ട്രൈറ്റ് ആയിക്കോളും. ചോട്ടി ചെരുവുണ്ടല്ലേ, ചെറിയ ചെരുവുണ്ട്. അത് കുഴപ്പമില്ല, അങ്ങോട്ട് സൂര്യപ്രകാശം കിട്ടും. അങ്ങനെ കേട്ടെ. ഇങ്ങനെ ബൗണ്ടറി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ, അയ്യോ എൻ്റെ പേപ്പല പോയതിനെ. മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള വെള്ളം ഇതിലേക്ക് കാര്യമായിട്ട് വരില്ല. അല്ലെങ്കിൽ വെള്ളം മുഴുവൻ വന്ന് അതങ്ങോട്ട് ചീഞ്ഞു.
ഈ സൈഡ് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ അത് ഉറയ്ക്കും. കുറച്ച് വെള്ളം തെളിച്ചിട്ട് കുത്തി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഉറയ്ക്കും. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് വീഡിയോ. വാഴവെപ്പ് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇത്രയുള്ള പരിപാടി. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത വാഴയില്ല അടുത്ത വീഡിയോ ഇടുമ്പോൾ നമുക്ക് നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. കിതയ്ക്കുന്നുണ്ട്. താങ്ക് യു. ബൈ.